എൻ്റെ മക്കളെ, എൻ്റെയും നിങ്ങളുടെയും സ്ഥിരം പല്ലവിയാണ് എന്തിനീ കുരിശ് എനിക്ക് തന്നു. കർത്താവിനോട് നാം ചോദിക്കുന്നു. ആ വാക്കിൻ്റെ വ്യാപ്തം മനസ്സിലാക്കാതെയാണ് നാം പറയുന്നത്. കർത്താവിൻ്റെ പീഡകളോളം വരുമോ നമ്മുടെ ചെറിയ സഹനങ്ങൾ? ആ വാക്കിലൂടെയും നാം ദൈവത്തെ വേദനിപ്പിക്കുന്നു, കുത്തിമുറിവേൽപ്പിക്കുന്നു. കാരിരുമ്പാണികൾ അടിച്ചു കയറ്റിയപ്പോൾ സഹിച്ച്, മുൾമുടി വെച്ച് അമർത്തിയപ്പോൾ വേദനിച്ചത്, കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ, ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയപ്പോൾ, കുരിശുമായി വീണപ്പോൾ, അവഹേളന വാക്കുകൾ കേട്ടപ്പോൾ, ഇതെല്ലാമാണ് യേശു സഹിച്ചത്. അത് ഒരു പിറുപിറുപ്പ് കൂടാതെ സഹിച്ചു. ഇതെല്ലാം ചെയ്തവരോട് ക്ഷമിച്ചു. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് അവിടുന്ന് സഹിച്ചത്. അവിടുത്തെ വേദനകൾ ഇടയ്ക്ക് ഉൾക്കൊണ്ട് ആ വേദന നാം ധ്യാനിക്കുക. നിൻ്റെ ഏതു സഹനവും വേദനകളും കർത്താവ് സുഖപ്പെടുത്തും, ഉറപ്പ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കറിക്കരിയുമ്പോൾ വിരലൊന്ന് മുറിഞ്ഞാൽ നമ്മുടെ വെപ്രാളം ഒന്ന് ചിന്തിക്കുക. കുറച്ച് ജോലി ചെയ്ത് നാം ക്ഷീണിച്ചാൽ നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നും. അത് കിട്ടാൻ കുറച്ചു വൈകിയാൽ നമ്മുടെ തളർച്ച, ആകുലത ഒന്ന് ആലോചിച്ചു നോക്കുക. നടക്കുന്നതിനിടയിൽ കാലിന്മേൽ ഒരു കല്ലുകൊണ്ട് മുറിവുണ്ടായാൽ ഈ വേദന ഈ 3 കാര്യവും നിങ്ങളൊന്ന് ആലോചിക്കുക. കർത്താവ് എത്ര പ്രാവശ്യം കുരിശോടുകൂടെ വീണു, വെള്ളത്തിന് വിനാഗിരി കുടിപ്പിച്ചു. എത്ര മുറിവുകൾ ദേഹത്ത് എണ്ണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ കുരിശ് ഭാരം കുറഞ്ഞതും വഹിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നു. കർത്താവിൻ്റെ മുറിപ്പാടുകളെ നോക്കി ധ്യാനിച്ച്, മുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഞങ്ങളുടെ വേദനകളിലേക്ക് ഒഴുക്കണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ വേദനകൾ എന്തുമാകട്ടെ, കർത്താവിൻ്റെ കുരിശുമരണം ധ്യാനിക്കുക. കർത്താവ് നിന്നെയും നിൻ്റെ വേദനകളെയും അനുഗ്രഹമാക്കാൻ കർത്താവിന് കഴിയും. ആമേൻ.